കാറ്റ് വന്നത്. എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ഹായ്, catch it, yeah. come on, zip zap zoom. Look at this car. This is Vanugobal's car. എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയില്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. ആ നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. ഈ പെട്ടെന്താ പേടിയില്ലാതെ പോകുന്നു? ഇതിലും വലിയ പെരിച്ചായി അവള് കണ്ടിട്ടുണ്ട്. എന്താ സാർ ഈ തകരട്ടപ്പ മൂടി വെച്ചാണോ ഓടിക്കുന്നേ? അളിയാ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസിൽ മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല എന്താ തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത്? സാർ, ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ. ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. ട്രാക്കിലേക്ക് വാടാ, ഐ വിൽ ഫിനിഷ് യു. All the racing cars are driven to their respective. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു സാർ. On track number 3 we have the track number 3, on track number 4 we have the Riviera, on track number 6 we have the Caravan. Track number 2 സാർ, വേണു എന്റെ ഫ്രണ്ടാ. ഈ 100 വാങ്ങിട്ട് അവന്റെ പേര്. and once you see Mr. Caravan last year, I once again see Mr. Caravan. വേണു Yes. Looks like Mr. Manuel's car is in problem. He looks confident he was okay. He's looking at his travel. And personally speaking, I like the sounds of the car roaring. I'm here now. The race is starting now. 3, 2, 1, go! Excitement starts now. വാടി വാടാ. Forward. He's advancing slowly, advancing. Look at the maneuver. Look at that. Look at that. റേസിൽ തന്നെ നമ്പർ 1 ആയി വന്ന് ബമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാണ് നമ്മൾ. വേണു സാറേ, ബമ്പർ പ്രൈസ് പറഞ്ഞിട്ട് ബമ്പർ പോയല്ലോ. Good thing they didn't hit on my car or got me in the brake. We stop here. Then Mr. Manuel is doing what he's got. Yeah, he's got. ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ, ഉറപ്പായും. പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. എന്താടാ പോടാ. എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. സാറേ, ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ. എന്താ ഓരോരോ പാർട്സായി താഴെ വീഴുന്നേ? അത് ഈ കാറിന്റെ പ്ലസ് പോയിന്റാ. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക്കായി അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ.
sir. The fact Better that go Sylvia on. ran down the straight and got a few runs from him. Look at this Charles Washington champion. He looks totally beaten by yeah, beaten old Carl, but he's unbeaten. അടിപൊളി സാറേ കലക്കി സാർ ഹെൽമെറ്റ് സാർ ഹെൽമെറ്റ് ഹെൽമെറ്റ് സാർ. എന്താടാ ഞാൻ തോറ്റു പോന്ന് കരുതിയോ? ഏയ് ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് വെറും വേണു ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന് പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്കേ, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് വിട്, പുറകിൽ നിന്ന് ഫയർ വന്ന മൂലം പൊള്ളും. Sorry. ആരടാ നീ? ചോദിച്ചത് കേട്ടില്ല. ആരടാ നീ? എന്താടാ ഇത്? ന്യൂ ഇയറിന് വീട് പെയിന്റ് അടിക്കുന്നുണ്ടോ? വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. എടാ വേണു നോക്കടാ, വീട്ടിലുള്ള സാധനം എല്ലാം എടുത്ത് വെളിയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? ചേട്ടാ നിക്ക്. ആരടാ നിങ്ങള്? വേണോ, ഞാനാ എല്ലായിടത്തും വെളിയിൽ വെക്കാൻ പറഞ്ഞത്. ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ഡോ, ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിൽ എടുത്ത് വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. ഡോ, എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. ഏതാ നിങ്ങൾക്ക് വെറുതെ അല്ല മോനെ, 50 ലക്ഷം രൂപ കൊടുത്തിട്ടാ 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം ചെയ്യാനാ? ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ. എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനിപ്പോ ഇല്ലല്ലോ. പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം. ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ, നിന്നെ ഞാൻ വിശ്വസിക്കുക. എടാ വാ, 50 ലക്ഷം രൂപക്ക് എവിടെയാടാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ്, പണം. വരട്ടെ. ഇതൊക്കെ ആരെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നത്? എടുത്തെടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല. എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വെക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ, വീട് ലേലത്തിന് വെക്കും ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത്. അതിനും തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ്സായി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ബായ്. ഒരു ചുറ്റി എടുത്തത് അരക്കടി തീർന്നോളൂ.